നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷം ശനിയാഴ്ച എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് മേഖലയിലെ വിവിധയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായി. അളഗപ്പനഗർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഡെങ്കിപ്പനി പടരുന്നു. ചുക്കിരിക്കുന്ന് മേഖലയിലെ 5 പേർക്കാണ് ഡെങ്കിപ്പനിയുള്ളതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആമ്പല്ലൂരിൽ അടിപ്പാതയ്ക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി. കല്ലൂർ വരന്തരപ്പള്ളി റൂട്ടുകളിലെ സ്വകാര്യ ബസ് സമരവും പിൻവലിച്ചു. പാലപ്പള്ളിയിലെ വൈറൽ മൈതാനിയിൽ ജേഴ്സി അണിഞ്ഞ് കളിക്കാനിറങ്ങി കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. സ്ഥലം കണ്ടെത്തി നൽകിയാൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്നും മന്ത്രിയുടെ പ്രഖ്യാപനം. സുഹൃത്ത് റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കൂർ സ്വദേശി മരിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കാലവർഷം ശനിയാഴ്ച എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. സാധാരണയിലും 8 ദിവസം മുൻപെയാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. 2009 ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ഇത്തവണത്തേത്. 1990 മെയ് 19 1975 ശേഷം ഏറ്റവും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം താറുമാറായി. റോഡരികിൽ നിന്നിരുന്ന വലിയ വാഗമരമാണ് 11 kV വൈദ്യുത ലൈനിന് മുകളിലേക്ക് വീണത്. ഇതേ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തു. ഇതുമൂലം ചൊക്കനയിലെ കുടുംബങ്ങൾക്ക് രാത്രി മുഴുവൻ ഇരുട്ടിൽ കഴിയേണ്ടി വന്നു. വെള്ളിക്കുളങ്ങര ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസിൽ നിന്നുള്ള സബ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കരാർ തൊഴിലാളികളും സ്ഥലത്തെത്തി വൈദ്യുതി പോസ്റ്റുകളും കമ്പികളും മാറ്റി സ്ഥാപിച്ച് ശനിയാഴ്ച ഉച്ചയോടെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. പുതുക്കാട് 13ാം വാർഡ് തെക്കേത്തുറവിൽ ശക്തമായ കാറ്റിൽ വാഴകൃഷി നശിച്ചു. തൃക്കൂക്കാരൻ ജോസഫിന്റെ കുലച്ച 200 വാഴകൾ ഒടിഞ്ഞു വീണു. വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. നഷ്ടപരിഹാരത്തിന് ജോസഫ് കൃഷിഭവനിൽ അപേക്ഷ നൽകി. കല്ലൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. മരം റോഡിലേക്ക് വീണതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി. ഇരിങ്ങാലക്കുട അവിട്ടത്തൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. നാട്ടേക്കാടൻ വീട്ടിൽ തോമസിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഡെങ്കിപ്പനി പടരുന്നു. വരാക്കര ചുക്കിരിക്കുന്ന് മേഖലയിലെ 5 പേർക്കാണ് ഡെങ്കിപ്പനിയുള്ളതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 ദിവസങ്ങൾക്കുള്ളിലാണ് 5 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 പേർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. 2 പേർക്ക് രോഗം മാറി. പഞ്ചായത്ത് അംഗം നിമിത ജോസ്, JHI NP ഹരീഷ്, ആശാവർക്കർ നയനാബായി എന്നിവരുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനവും ബോധവൽക്കരണവും മറ്റു പ്രതിരോധ മാർഗങ്ങളും നടത്തുന്നുണ്ട്. വീടുകളിലെ തുറന്ന കാനുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നത് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പനിയും തലവേദനയുമായിട്ടാണ് പലരും ആശുപത്രികളിൽ എത്തിയത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ തന്നെ 10ാം വാർഡിലും ഒരു ഡെങ്കിപ്പനി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലം കൂടി തുടങ്ങിയതോടെ ഡെങ്കിപ്പനി പടരാതിരിക്കാൻ ജാഗരൂകരാകേണ്ടത് ആവശ്യമാണ്. എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത്? റിപ്പോർട്ട് കാണാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ പെറ്റുപെരുക്കുന്നത്. ഈഡിസ് ഈജിപ്ത് കൊതുകുകളാണ് ഡെങ്കിപ്പനി പടർത്തുന്നത്. കൊതുക് വഴിയാണ് ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുന്നതും. കൃത്യമായി ചികിത്സയും പരിചരണവും ഉറപ്പാക്കിയില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഡെങ്കിപ്പനി. ചെറിയ പനിയോടെ തുടങ്ങുന്ന ലക്ഷണങ്ങളാണ് പിന്നീട് മൂർച്ഛിക്കുന്നത്. കഠിനമായുള്ള പനിയാണ് പ്രധാന ലക്ഷണങ്ങളിലൊന്ന്. 104 ഡിഗ്രിയിൽ കൂടുതലായി പനി അനുഭവപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. ചൊറിച്ചിൽ, പേശികളിൽ വേദന, പേശികളിലും ജോയിന്റുകളിലും വേദനയുണ്ടാകുന്നതും ഡെങ്കിപ്പനിയുടെ ലക്ഷണമാണ്.
തലവേദന കഠിനമായ തലവേദന മറ്റൊരു പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്. ഛർദിലും ഓക്കാനവും സ്വാഭാവികമല്ലാതെ ഛർദിലും ഓക്കാനവും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കണ്ണിന് വേദന. ഡെങ്കിപ്പനി ഉള്ളവർക്ക് കണ്ണിന് പുറകിൽ വേദനയുണ്ടാകുന്നതും സാധ്യത വളരെ കൂടുതലാണ്. കൊതുക് പെരുകാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. വീട്ടിലും പരിസരത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശുദ്ധജലത്തിലാണ് കൊതുകുകൾ മുട്ടയിട്ട് പെറ്റുപെരുകുന്നത്. ഇതൊഴിവാക്കാൻ വെള്ളം പിടിച്ചു വെക്കുന്ന പാത്രങ്ങളാകെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. പകലും രാത്രിയിലും ജനലുകൾ അടച്ചിടുന്നത് വീടിനുള്ളിൽ കൊതുക് കയറുന്നത് തടയാൻ സഹായിക്കും. ശരീരത്തിൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ തീർച്ചയായും വൈദ്യസഹായം തേടാൻ മറക്കരുത്. തൃക്കൂർ പൊന്നുക്കര റോഡിലെ വെള്ളക്കെട്ട് വഴിയാത്രക്കാർക്ക് ദുരിതമായി മാറുന്നു. തോട്ടമൂലയിലാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു ചാറ്റൽ മഴ പെയ്താൽ പിന്നെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴവെള്ളം ഒഴുകിപ്പോവാൻ കാന ഇല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാവുന്നത്. തൃക്കൂർ പഞ്ചായത്തിന്റെ 3, 6 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡാണിത്. റോഡ് പുനർനിർമ്മാണം നടത്തുന്ന സമയം തന്നെ നാട്ടുകാർ വെള്ളക്കെട്ടുണ്ടാവും എന്ന് മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സ്ഥലപരിചയം ഇല്ലാതെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നതും പതിവ് സംഭവമാണ്. കൂടാതെ സമീപത്തെ ട്യൂഷൻ സെന്ററിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും സ്ഥിരം കാഴ്ചയായി മാറി. എത്രയും വേഗം റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ആമ്പലൂരിൽ അടിപ്പാതക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി. ശനിയാഴ്ച രാവിലെ മുതലാണ് ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങിയത്. കല്ലൂർ, വരന്തരപ്പള്ളി റൂട്ടുകളിലെ സ്വകാര്യ ബസ് സമരവും പിൻവലിച്ചു. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ തൃശൂരിലേക്ക് പോകാൻ പുതുക്കാട് എത്തി തിരിയണമെന്ന നിർദ്ദേശത്തിനെതിരെ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ 2 ദിനമായി പണിമുടക്കിലായിരുന്നു. നിർമ്മാണം പൂർത്തിയായ അടിപ്പാതക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. ഇതോടെയാണ് അധികൃതരുടെ ഇടപെടൽ. ബസ് ജീവനക്കാർ തന്നെ ബാരിക്കേഡ് മാറ്റിയാണ് ബസ്സുകൾക്ക് പോകാനുള്ള ക്രമീകരണം ഒരുക്കുന്നത്. അപകടങ്ങളോ മറ്റു പ്രതിസന്ധികളോ വന്നാൽ പുതിയ ഗതാഗത പരിഷ്കാരത്തിന് മാറ്റം വരുത്തുമെന്നും ഇപ്പോൾ 2 ദിവസത്തേക്ക് മാത്രമാണ് ബസ്സുകൾ കടത്തിവിടുകയെന്നുമാണ് കരാർ കമ്പനിയും പോലീസും RTOയും അറിയിക്കുന്നത്. അതേസമയം ബസ്സുകൾ അടിപ്പാതക്കടിയിലൂടെ പോകുന്നത് സമയക്രമീകരണം പാലിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. സ്ഥലം കണ്ടെത്തി നൽകിയാൽ വരന്തരപ്പള്ളി പഞ്ചായത്തിന് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാലപ്പിള്ളിയിലെ മൈതാനിയിൽ എത്തിയതായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സൗന്ദര്യം മുഴുവൻ പ്രകടമാകുന്ന ഈ പുൽമൈതാനം കായിക കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റുമെന്നും കൂടുതൽ മത്സരങ്ങൾ പാലപ്പിള്ളിയിലെ മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷയായിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിന് സ്വന്തമായി ഒരു കളിസ്ഥലമില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ സ്ഥലം കണ്ടെത്തി നൽകിയാൽ കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ കായിക മന്ത്രി വാഗ്ദാനം ചെയ്തു. നിങ്ങളുടെ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, സ്വന്തമായി കളിക്കളമില്ല എന്നാണ്. അപ്പോൾ ഞാൻ പ്രസിഡന്റിനോട് പറയുക, നിങ്ങളൊരു സ്ഥലം തന്നാൽ 1 കോടി രൂപ കായിക വകുപ്പ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ കളിക്കാൻ വേണ്ടി. കാരണം നമ്മുടെ ഈ നാട്ടിലെ യുവാക്കളുടെ ഒരു ആവശ്യമാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളെയും യുവാക്കളെയും കായിക രംഗത്തേക്ക് അടുപ്പിക്കാൻ കായിക വകുപ്പ് കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലപ്പിള്ളിയിലെ പുൽമൈതാനം ഡ്രോണിൽ പകർത്തി വൈറലാക്കിയ കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി ഋഷികേശിനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മന്ത്രി നയിച്ച മിനിസ്റ്റേഴ്സ് 11-ഉം പാലപ്പിള്ളി ഗ്രൗണ്ട് 11-ഉം തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരവും അരങ്ങേറി. പാലപ്പിള്ളിയിലെ വൈറൽ മൈതാനിയിൽ ജേഴ്സി അണിഞ്ഞ് കളിക്കാനിറങ്ങി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. യുവാക്കളിൽ കായിക ലഹരി പടർത്തണമെന്നും രാസലഹരി എന്ന വലിയ അപകടത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും മന്ത്രി. സംസ്ഥാന കായിക വകുപ്പിന്റെ കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാലപ്പിള്ളിയിലെ മൈതാനിയിൽ എത്തിയതായിരുന്നു മന്ത്രി.
ഉദ്ഘാടന ചടങ്ങിന് ശേഷം മന്ത്രി നയിച്ച മിനിസ്റ്റേഴ്സ് 11-ഉം പാലപ്പിള്ളി ഗ്രൗണ്ട് 11-ഉം തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരത്തിലാണ് മന്ത്രി ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങിയത്. ടോസ് നേടിയ മിനിസ്റ്റേഴ്സ് 11-ന് വേണ്ടി മന്ത്രി ബൌളിംഗ് തെരഞ്ഞെടുത്തു. 4 ഓവർ മത്സരത്തിൽ പാലപ്പിള്ളി 11 73 റൺസ് അടിച്ചെടുത്തു. ഫീൽഡിംഗിൽ ഊർജ്ജസ്വലനായി മന്ത്രി സ്വന്തം ടീമിലെ കളിക്കാർക്ക് പ്രചോദനമാകുന്നത് കൗതുകമായി. ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ലെങ്കിലും കളിക്കളത്തിൽ കായിക ലഹരി പടർത്തിയാണ് മന്ത്രി മടങ്ങിയത്. സുഹൃത്ത് റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കൂർ സ്വദേശി മരിച്ചു. അരിമ്പൂര് വാഴപ്പറമ്പൻ 58 വയസ്സുള്ള ജോസാണ് മരിച്ചത്. കഴിഞ്ഞ 16-നായിരുന്നു സംഭവം. മദ്യം വാങ്ങി നൽകിയതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്താൽ ജോസിനെ സുഹൃത്തായ തൃക്കൂർ മുട്ടൻസ് കോർണർ തുണ്ടത്തിൽ 61 വയസ്സുള്ള റോയി റോഡിലേക്ക് ബലമായി തള്ളിയിട്ടു. ജോസിന്റെ തലയോട്ടി പൊട്ടുകയും തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ വിഷയം പറയാതെ ജോസിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലെത്തിച്ചു. അടുത്ത ദിവസം രാവിലെ ഉണരാതെ വന്നതോടെയാണ് വീട്ടുകാർ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരമായ ജോസ് അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു മരണം. ഫെമീനയാണ് ഭാര്യ. സാന്ദ്ര, ബ്രദർ സാമുവേൽ വാഴപ്പറമ്പൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 5-ന് കോനിക്കര ഫാത്തിമനാഥ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം മലത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് പള്ളിയിൽ. വധശ്രമത്തിന് അറസ്റ്റിലായ തുണ്ടത്തിൽ റോയി റിമാൻഡിലാണ്. ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. നിത്യോപക സാധനങ്ങൾക്ക് വൻ വിലക്കുറവുമായി ഹോം എക്സ്പ്രസിന്റെ 9 ദിവസങ്ങളിലെ 9 മണിക്കൂർ സൂപ്പർ സെയിൽ ആരംഭിച്ചു. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ കുടകൾക്കും ബാഗുകൾക്കും പുസ്തകങ്ങൾക്കും ഇപ്പോൾ 40% വരെ വിലക്കിഴിവ്. കൂടാതെ നിത്യോപയോഗ സാധനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും 60% വരെ വിലക്കിഴിവ്. കുറുവ അരി 1 കിലോ 39 രൂപ, പഞ്ചസാര 1 കിലോ 45 രൂപ, ചെറുപയർ 1 കിലോ 109 രൂപ, തുവരപ്പരിപ്പ് 1 കിലോ 109 രൂപ, വറ്റൽമുളക് 1 കിലോ 139 രൂപ, കടല 79 രൂപ, 6 കിലോ സോപ്പ് പൊടിക്കും അപ്പച്ചട്ടിക്കും 199 രൂപ. ഇതിനു പുറമെ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും എല്ലാ ദിവസവും ഓഫർ ലഭ്യമാണ്. മെയ് 23 മുതൽ 31 വരെ ഉച്ചയ്ക്ക് 1 മുതൽ രാത്രി 10 വരെയാണ് ഓഫർ സെയിൽ നടക്കുന്നത്. ഉടൻ സന്ദർശിക്കുക ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് 3 മുറി. ഫോൺ നമ്പർ 9995854891. വെള്ളിക്കുളങ്ങര. ഫോൺ നമ്പർ 9072488891. അഷ്ടമിച്ചിറ. ഫോൺ നമ്പർ 9961188891. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ പള്ളിയിൽ ഇടവക മധ്യസ്ഥരായ പരിശുദ്ധ തിരുക്കുടുംബത്തിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദർശനം, നേർച്ചയൂട്ട്, പൂമാല സമർപ്പണം എന്നിവ നടക്കും. വൈകുന്നേരം നടക്കുന്ന ഇടവക ദിനാഘോഷവും കുടുംബ സമ്മേളന വാർഷികവും കല്ലേറ്റിങ്കര പാക്സ് ഡയറക്ടർ ഫാദർ ജോജി പാലമറ്റം ഉദ്ഘാടനം ചെയ്യും. കലാപരിപാടികൾ, സമ്മാനദാനം, ലഘുഭക്ഷണ വിതരണം എന്നിവയുണ്ടാകും. പരിശുദ്ധ തിരുക്കുടുംബത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഇടവക ദേവാലയത്തെ ഊട്ടുതിരുനാൾ ആരംഭിച്ചത് 2012 ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ബഹുമാനപ്പെട്ട തോമസ് തട്ടേക്കാടനച്ചൻ വികാരിയായിരിക്കുമ്പോഴാണ് തിരുനാൾ ആരംഭിച്ചത്. അന്നു മുതൽ ഇന്നുവരെ ഈ തിരുനാൾ വളരെ ആഘോഷമായിട്ടാണ് ഇടവക സമൂഹം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത ഒക്ടോബർ മാസത്തിൽ നിന്നും മെയ് മാസത്തിലേക്ക് ഞങ്ങൾ തിരുനാൾ മാറ്റി. മെയ് മാസം 25-ാം തീയതിയാണ് ഊട്ടുതിരുനാൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കപ്പെടുക. അതിനൊരുക്കമായിട്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്തുള്ള പൊതുശ്മശാനം എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന് കോൺഗ്രസ് മാങ്കുറ്റിപ്പാടം വാർഡ് യോഗം ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ജിനേഷ് വെട്ടിയാട്ടിൽ, ഷാലി പൗലോസ്, ശശി കാരണത്ത്, വിജയൻ വെട്ടിയാട്ടിൽ, മുരളീധരൻ കാട്ടുങ്ങൽ, ജോസ് ചനത്തുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ജോയ് മംഗലൻ പ്രസിഡന്റായി 15-അംഗ വാർഡ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു.
പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് വേണ്ടി ഓട്ടോപ്സി മുറി പുതുക്കി പണിയുന്നതിനായി നിർത്തിവച്ചിരുന്ന പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കും. പണി ഭാഗികമായി പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് മെയ് 26 മുതൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 71,920 രൂപയായി ഉയർന്നു. 1 ഗ്രാം സ്വർണത്തിന് 50 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,990 രൂപയിലെത്തി. വെള്ളിയാഴ്ച 71,520 രൂപയായിരുന്നു കേരളത്തിൽ 1 പവൻ സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ച 8,940 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ വാർഷികാഘോഷം ഞായറാഴ്ച രാവിലെ 10-ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഒല്ലൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2025-26 വർഷത്തേക്ക് ജേർണലിസം, ഹിന്ദി, കോമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മലയാളം എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് രജിസ്റ്റർ ചെയ്തവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. മെയ് 26-ന് രാവിലെ 10-ന് ജേർണലിസം, ഹിന്ദി, കോമേഴ്സ് വിഷയങ്ങളിലെ ഇന്റർവ്യൂവും 27-ന് രാവിലെ 10-ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർവ്യൂവും 28-ന് രാവിലെ 10-ന് മലയാളത്തിന്റെ ഇന്റർവ്യൂവും നടത്തും. ഫോൺ 91-88-90-0185. കന്നറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം പകർപ്പ് സഹിതം മെയ് 30-ന് രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ 92-4924-4738. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ഹിന്ദി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ മെയ് 28-ന് രാവിലെ 10-ന് സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളുമായി ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ 048027803000. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,940 രൂപയും പവന് 71,520 രൂപയും രേഖപ്പെടുത്തി. വേട്ടുവ മഹാസഭ മുൻ ജില്ലാ പ്രസിഡന്റ് പറപ്പൂക്കര നെടുമ്പാൾ ചെമ്പിരി ശിവരാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉണ്ണികൃഷ്ണൻ, ഉല്ലാസ് എന്നിവർ മക്കളും യദുകൃഷ്ണ, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷം ശനിയാഴ്ച എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് മേഖലയിലെ വിവിധയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായി. അളഗപ്പനഗർ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഡെങ്കിപ്പനി പടരുന്നു. ചുക്കിരിക്കുന്ന് മേഖലയിലെ 5 പേർക്കാണ് ഡെങ്കിപ്പനിയുള്ളതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആമ്പല്ലൂരിൽ അടിപ്പാതയ്ക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി. കല്ലൂർ, വരന്തരപ്പള്ളി റൂട്ടുകളിലെ സ്വകാര്യ ബസ് സമരവും പിൻവലിച്ചു. പാലപ്പിള്ളിയിലെ വൈറൽ മൈതാനിയിൽ ജേഴ്സി അണിഞ്ഞ് കളിക്കാനിറങ്ങി കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. സ്ഥലം കണ്ടെത്തി നൽകിയാൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്നും മന്ത്രിയുടെ പ്രഖ്യാപനം. സുഹൃത്ത് റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃക്കൂർ സ്വദേശി മരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.